ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കോട്ട സിൽക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ്. അത് നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേഗം ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. നല്ലൊരു പിങ്കിഷ് പീച്ച് കളറാണ് വരുന്നത്. സാരി കണ്ടപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പല പ്രാവശ്യം കുറേ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള സാരിയാണ്. ഈ ഒരു പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് മാത്രം കളർ ചാർട്ടും ഏകദേശം സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരീസ് നല്ല കളേഴ്സ് തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത്. കാരണം അത്രയും നല്ലൊരു കളർ ചാർട്ടാണ് വരുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ഈ ഒരു വർക്കിൽ വരുന്ന ഒരു പാറ്റേൺ മാത്രം ഡിഫറെന്റ് ആണ്. സാരി മെറ്റീരിയലും ബാക്കി സെയിം തന്നെയാണ് കേട്ടോ. ഇതാണ് സാരി. ഫസ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ്. ഇതിനകത്ത് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. വൈറ്റ് കളർ ത്രെഡ് ആണ് വരുന്നത് കേട്ടോ. ഇതുണ്ടോ ഇതുപോലെ. ഇവിടെ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് അത് വരുന്നില്ല. ഇവിടെ മിഡിൽ പോർഷനിൽ നിന്ന് താഴേക്കാണ് അത് വരുന്നത് കേട്ടോ. ആ ഒരു വർക്ക് കൊടുക്കുന്നത് നല്ല രസം. കൊടുത്തൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കും. എപ്പോഴും നമുക്ക് അന്ന് ഒരു വീഡിയോ ചെയ്ത് പല പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊടുത്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാറ്റേൺ ഒത്തിരി നല്ല ഭംഗിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കൊണ്ടുവന്നേക്കാളും ഡിഫറെന്റ് ആയിട്ട്. അതുപോലെ സാരിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. എൻഡ് ഭാഗം ഇതുപോലെ. അതുപോലെ ഇവിടുന്ന് നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇപ്പം എനിക്കൊക്കെ അത് ഇത്രയും താഴെ തൊട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ തൊട്ടാണ് ഈ ഒരു ബോർഡർ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത്. ഇതുപോലെയാണ്. എങ്ങനെ ഉടുത്താലും ആര് ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം അത്രയും നല്ല കളേഴ്സ് ആണ് വരുന്നത്. എല്ലാവരുടെയും ഫേസിലൊക്കെ കുറച്ച് ഷെയ്ഡ് കുറവുള്ളവർക്കാണെങ്കിൽ പോലും ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന കളർ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്യാം. മുന്താണിയിലും ത്രൂ ഔട്ട് സാരിയിൽ ആ വരുന്ന സെയിം വർക്കുകൾ തന്നെയാണ് മുന്താണി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ വരുന്നത്. എല്ലാ എഡും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ലേസ് ജസ്റ്റ് വെക്കാവുന്ന രീതിയിലാണ് ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാരി വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 950 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 950 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് കളേഴ്സ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. എല്ലാ ഷെയ്ഡുകളും ഞാൻ പറഞ്ഞ പോലെ നല്ല 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 ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ഏതെടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന അത്രയും നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെ. എല്ലാം തന്നെ ഇതുപോലെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ഹക്കോബയുടെ ബ്ലൗസ് പീസ് വൈറ്റ് കളറൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു അക്വാ ബ്ലൂ ആണ് കേട്ടോ. എല്ലാം നല്ല 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 ഷെയ്ഡുകളാണ്. കാരണം അതിന്റെ ഭംഗി പറയാൻ പറ്റത്തില്ല. അത്രയും നല്ല കളർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. പ്ലെയിൻ ആയിട്ട് വിത്ത് ആ ഒരു ലേസ് ആണ് നമുക്ക് ബോർഡർ ആയിട്ട് ബ്ലൗസിൽ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് കളറാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഈ ഷെയ്ഡുകളെല്ലാം നമുക്ക് നേരത്തെ കൊണ്ടുവന്ന ചാർട്ടിലും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ഇതുപോലെയാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. മുന്താണിക്ക് ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ എൻഡും മുന്താണിയുടെയൊക്കെ എല്ലാ എൻഡും ആ ഒരു ലേസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും മാച്ച് ആവുന്ന ഷെയ്ഡുകളാണ് എല്ലാം. ഒരു കളേഴ്സും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത്രയും നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വരുന്നത്. ഇതുപോലെ എല്ലാം സെയിം ആണ്. ഈ ഒരു കളർ ഷെയ്ഡുകൾ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നത് തിക്കായിട്ടൊരു ഫ്ലവർ പോലെ. പിന്നെ ഇങ്ങനെ കുറച്ച് തിന്നായിട്ട് ഇതുപോലെ ആ ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ആ ഒരു സ്ലീവിൽ നമുക്ക് ആ ഒരു ലേസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു മൗ ഷെയ്ഡാണ് കേട്ടോ. കേട്ടോ എല്ലാം ഒന്നിനൊന്നിനൊന്ന് നല്ല കളർ ഷെയ്ഡുകളാണ് വരുന്നത്. ഇതുപോലെ. ഇതാണ് ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് സ്ലീവിൽ നമുക്ക് ആ ഒരു ലേസും കൂടെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പ്രൈസ് വരുന്നത് 950 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്ത് ചെറിയ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കളർ ചാർട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിലെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് വർക്ക് എല്ലാം ഒരു സെൽഫായിട്ട് തന്നെയാണ് വരുന്നത്. ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. സെൽഫായിട്ടാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു വർക്ക് എല്ലാം പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് ഇതിനകത്ത് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു വൈറ്റ് കളറിൻ്റെയും പീച്ചിൻ്റെയും പിങ്കിൻ്റെയും ഗ്രീൻ കളറിൻ്റെയും കോമ്പിനേഷനിലാണ് അത് ചെയ്തേക്കുന്നത്. അതിങ്ങനെ സാരിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സ്കാറ്റേഡ് ആയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെ വരുന്നു. ഈ ഒരു പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്.
ഫ്രണ്ടിലാണെങ്കിലും ഈ ഒരു ടോപ്പ് സൈഡിൽ ഇവിടെ തൊട്ടാണ് അതിൻ്റെ ബോർഡർ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ആ ഒരു വർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ ഒരു ഫ്ലവറിലുള്ള ആ ഒരു പിങ്ക് പീച്ച് കളറൊക്കെ ബ്ലൗസ് പെയർ ചെയ്താലും ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് സാരിയുടെ ആ ഒരു ലുക്ക് വരുന്നത്. ബോഡി വരുന്നത് ഇതുപോലെ. പിന്നെ ആ ഒരു ലേസ് എല്ലാ സാരിയിലും വരുന്നത് ഇതിനകത്തും ആ ലേസ് കൊടുത്തിട്ടാണ് സൈഡ് ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിലും എല്ലാം ആ ഒരു സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്കും ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ഇതിലും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ആ ഒരു സെയിം ടോണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. എൻഡിൽ ഇതുപോലെ സ്ലീവിൽ വെക്കാനായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 1045 ആണ് കേട്ടോ. 1045 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി കളർ ചാർട്ടാണ് വരുന്നത്. ഇതുപോലെ വരുന്നു. ഇതിലും സെൽഫായിട്ടുള്ള ചെറിയൊരു ടോൺ വ്യത്യാസമുള്ളൂ കേട്ടോ അതിനകത്ത് വരുന്നത്. ആ ഒരു വർക്കിൻ്റെ ബോഡിയുടെ ആയിട്ട് ആ ഒരു ഫ്ലവർ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു ഫ്ലവറാണ്. നല്ല ഇങ്ങനെ തിക്കായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളർ. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാർട്ടിൽ ഈ സെയിം കളർ ഷെയ്ഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ആ ഒരു ഒന്നുകൂടെ ലൈറ്റർ ഷെയ്ഡിലാണ് ആ ഒരു സെൽഫ് വർക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ഒരു മാങ്ങ ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് 2 ഡിസൈൻ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ എല്ലാം കൂടെ കൂടി നിൽക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. ഇതിനകത്ത് വരുന്നത് ഇതുപോലൊരു മാങ്ങ ഡിസൈൻ ആണ് വരുന്നത്. 2 ഡിസൈനിൽ അത് വളരെ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. ഇതുപോലെയാണ്. എഡ് ഭാഗം എല്ലാം ഇതുപോലെ ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു ഇതുപോലെ. പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു കൂട്ടം അങ്ങനെയാണ് വരുന്നത്. കൂടിയിരിക്കുന്ന ഒരു ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. സെൽഫായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും ഹെവി ആയിട്ട് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡാണ്. അത് മാത്രമല്ല ആ ഒരു എംബ്രോയിഡറി വർക്കിൻ്റെ ആ ഒരു പാറ്റേൺ ആണെങ്കിലും ലൈറ്റ് ഷെയ്ഡ് തന്നെ വരുന്നു. അത് പിങ്ക് പീച്ചും വൈറ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇതുപോലെ മുന്താണി വരുന്നത് ഇതുപോലെ. മുന്താണിയിലും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ. പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പീച്ച് കളറാണ്. ഇതും നമുക്ക് ഫസ്റ്റ് ചാർട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എല്ലാ ഭംഗി നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡാണ്. ഇതാണ് സാരിയുടെ ബോഡി പാറ്റേൺ വരുന്നത്. ബോഡിയേക്കാളും ഒരു 1 ടോൺ ലൈറ്റർ ആയിട്ടാണ് ആ ഒരു സെൽഫായിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മുന്താണി കൊടുക്കുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള മുഴുവനായിട്ടും മുന്താണിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. മുന്താണിയുടെ ആണെങ്കിലും എല്ലാ എൻഡും ആ ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിട്ടിരിക്കും. സാരിയുടെ പ്രൈസ് വരുന്നത് 1045 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം വേഗം പർച്ചേസ് ചെയ്തോളൂ. നമ്മൾ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിൽ ഫോട്ടോസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഫോട്ടോ കാണണമെന്നുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് ഫോട്ടോ നോക്കാം. ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.